ഇന്ന് യോഗ ഡേ. യോഗ വെറും ഒരു വ്യായാമം മാത്രമല്ല, ശ്വസനവും വിശ്രമ രീതികളും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത രീതിയാണ്. പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ്റെ സംവേദനശേഷി കൂട്ടുന്നതിനും ബ്ലഡിലെ ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിനും സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനും രക്തയോട്ടം കറക്റ്റാക്കുന്നതിനും നമുക്ക് ഏതൊക്കെ യോഗകൾ ചെയ്യണം? പാദഹസ്താസനം, ധനുരാസനം, ഭുജംഗാസനം, പവനമുക്താസനം, ബാലാസനം, അതുപോലെ തന്നെ വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാണായാമം, അതുപോലെ സൂര്യനമസ്കാരം. സൂര്യനമസ്കാരത്തിൻ്റെ 12 സ്റ്റെപ്പ് നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽസിനെയും സ്ട്രെച്ച് ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ രാവിലെ ചെയ്യുന്ന സൂര്യനമസ്കാരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറയ്ക്കുന്നു. നമ്മളിപ്പം പറഞ്ഞ യോഗകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ പോർഷൻസിനെ, ഇന്റേണൽ ഓർഗനിൽ ഇരിക്കുന്ന പോർഷൻസിനെ സ്ട്രെച്ച് ചെയ്യുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നത് വഴി നമ്മുടെ ഡൈജഷൻ കറക്റ്റാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിനെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റാക്കുന്നു. അതുപോലെ സൂര്യനമസ്കാരം നമ്മുടെ കാഫ് മസിൽസിനെ ബലപ്പെടുത്തുന്ന എക്സസൈസുകൾ ഡയബറ്റിക് പേഷ്യൻസിൽ കാലിലെ രക്തയോട്ടം കറക്റ്റാക്കി നിർത്തുന്നതിന് സഹായിക്കുന്നു. അതുപോലെ പ്രാണായാമ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുന്നു. അതുകൊണ്ട് യോഗ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കിക്കൊണ്ട് നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മാനേജ് ചെയ്യാനും സാധിക്കും.